പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനവും അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നതും കാണാനുള്ള മാർഗങ്ങളിൽ 2 പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിച്ചു. ഇന്ന് നമ്മൾ അതിലെ 3ാമത്തെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിലൂടെ. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര 8:31 മുതൽ 10:52 വരെയാണ്. 10:46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ യേശു അന്ധനായ ബർത്തിമേയോസിന് കാഴ്ച നൽകുന്ന സംഭവമാണ്. ജെറുസലേമിലേക്കുള്ള യാത്ര അവസാനിക്കുന്നത് അന്ധന് കാഴ്ച നൽകുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് നമ്മൾ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ജെറുസലേമിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരന്ധനെ സുഖപ്പെടുത്തിയ സംഭവം പറഞ്ഞിട്ടുണ്ട്. 8:22 മുതലുള്ള വാക്യങ്ങളിൽ ഈ ജെറുസലേമിലേക്കുള്ള യാത്രയുടെ വിവരണം അവസാനിപ്പിക്കുന്നത് മറ്റൊരു അന്ധന് കാഴ്ച നൽകുന്ന സംഭവം പറഞ്ഞുകൊണ്ട്. ഈ 2 അന്ധന്മാർക്ക് കാഴ്ച നൽകുന്ന സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശിഷ്യത്വത്തിന്റെ പാതയെക്കുറിച്ച് വ്യക്തമായ ചില പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നു. മാർക്ക് 8:22 മുതലുള്ള വാക്യങ്ങളിൽ സുഖപ്പെടുത്തുന്ന അന്ധനെ മറ്റുള്ളവരാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. അവന്റെ വിശ്വാസമല്ല, മറ്റുള്ളവരുടെ വിശ്വാസമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ മർക്കോസ് 10:46 മുതലുള്ള വാക്യങ്ങളിൽ സുഖപ്പെടുത്തുന്ന അന്ധനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശു ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ട് പോകുമ്പോൾ തിമേയോസിന്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നസറായനായ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന് വിശ്വാസമുണ്ടായിരുന്നു. ഈ ഒരു ബോധ്യം ഈ അന്ധയാചകൻ എങ്ങനെ ഉണ്ടായി? അവന് നേരത്തെ കാഴ്ചയുണ്ടായിരുന്നു എന്നുള്ളത് 51ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. യേശു അവനോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അന്ധയാചകൻ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. കൂടെ വന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ ശകാരിച്ചു. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവൻ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ യേശു പെട്ടെന്ന് നിന്നു. നോക്കുക, ഈ അന്ധയാചകന്റെ അപേക്ഷയുടെ ശക്തി. എ പ്രയർ വിച്ച് ക്യാൻ സ്റ്റോപ്പ് ഈവൻ ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ തക്ക വിശ്വാസത്തോടുകൂടെയുള്ള ഉറച്ച ബോധ്യത്തോടെയുള്ള നിലവിളി. യേശു പെട്ടെന്ന് നിന്നിട്ട് വിലക്കിയവരോട് തന്നെ പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറം കുപ്പായം ദൂരെ എറിഞ്ഞിട്ട് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അതെങ്ങനെയാ അന്ധൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി? അവൻ ആദ്യം പുറം കുപ്പായം വലിച്ച് ദൂരെ എറിഞ്ഞു. പുറം കുപ്പായം അവൻ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. രാത്രി തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ. പകല് ഈ പുറം കുപ്പായം എടുത്ത് വിരിച്ചാണ് ഭിക്ഷ യാചിക്കുന്നത്. അവന് സുരക്ഷിതത്വം നൽകുന്നതായിരുന്നു ഈ പുറം കുപ്പായം.
സുരക്ഷിത മാർഗങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അന്ധൻ കുതിച്ചു ചാടി പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് അവന് കുതിച്ചു ചാടി പോകാൻ കഴിഞ്ഞത്? യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവനിൽ നിറഞ്ഞ ആനന്ദം പ്രതിബന്ധങ്ങളെയെല്ലാം മറികടക്കാൻ പോരുന്നതാണ് അവന്റെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവന്റെ വിശ്വാസത്തിന്റെ ശക്തി നോക്കിയേ. 52-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. 8-ാം അധ്യായം 22 മുതൽ 10:52 വരെ വരുമ്പോൾ നോക്കുക, ശിഷ്യത്വത്തിന്റെ പാതയിലെ വളർച്ച, ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ച, ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള വളർച്ചയാണ്. വിശ്വാസത്തിൽ വളരും തോറും വചനത്തിന്റെ പൊരുൾ അറിയാനും ക്രിസ്തു രഹസ്യം ഗ്രഹിക്കാനുമുള്ള കൃപ ലഭിക്കുന്നു. ക്രിസ്തു ശിഷ്യൻ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച് ക്രിസ്തു രഹസ്യം ഗ്രഹിക്കും എന്ന സത്യമാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളിലെ ജ്ഞാന ദൃഷ്ടി തുറന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതേ ലേഖനത്തിൽ 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത് ദൈവം തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. അങ്ങനെ വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം. ഒപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഗ്രഹിക്കാൻ ശക്തി ലഭിക്കണം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാവുകയും ചെയ്യട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്വത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ഗ്രഹിക്കുന്നു, കണ്ടെത്തുന്നു. കർത്താവേ, നിന്റെ ദിവ്യ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനും ദർശിക്കുവാനും എൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തരണമേ. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ഗ്രഹിക്കാനും മനസ്സിന്റെ കണ്ണുകൾ തുറന്ന് അവിടുത്തെ കാണാൻ, വിശുദ്ധ ലിഖിതങ്ങളുടെ പൊരുൾ അറിയാൻ അവിടുന്ന് തന്നെ നമ്മുടെ മനസ്സിന്റെ കണ്ണുകൾ തുറന്നു തരും. അതിന് കർത്താവിൽ ആശ്രയം വെക്കണം. ഈ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ പോകണം. ഇതാണ് കർത്താവിന്റെ മഹത്വപൂർണമായ ആഗമനവും അവന്റെ രാജ്യം ശക്തിയോടെ വരുന്നതും കാണാനുള്ള മാർഗങ്ങൾ. കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിൽ പറഞ്ഞു വെച്ചതിനോട് ചേർത്ത് ഇന്ന് മർക്കോസ് 10:46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുടെ വിശദീകരണത്തിനായി ഞാൻ ഉപയോഗിച്ച ബൈബിൾ ഭാഗങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ധ്യാനിക്കണം. ദൈവമേ, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് ജ്ഞാന ചൈതന്യത്തിലേക്ക് എന്നെ നയിക്കണമേ. നിന്റെ മഹത്വം ദർശിക്കാൻ എൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തരണമേ. ഇവിടെ വെച്ച് തന്നെ ഉണർവിലും ഉറക്കത്തിലും നിന്നോടുകൂടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ.
അവിടുന്ന് മഹത്വത്തോടെ വരുമ്പോൾ ദർശിക്കുവാൻ ഭാഗ്യമരുളണമേ. നേരത്തെ മരിച്ചു പോയാൽ കർത്താവിൻ്റെ അടുത്ത് എത്തി അവൻ മഹത്വത്തോടെ വരുമ്പോൾ അവനോട് കൂടെ വരാനിടയാകണം. പിന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് വരുമ്പോൾ അവിടത്തെ സ്വീകരിക്കാൻ സംവഹിക്കപ്പെടണം. മരിച്ചു പോയെങ്കിൽ അങ്ങ് എത്തിയിട്ടില്ലെങ്കിൽ അവൻ വരുമ്പോൾ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് അവനെ സ്വീകരിക്കാനായിട്ട് പോകാൻ സാധിക്കും. പാതാളത്തിൽ പോയി കിടക്കാൻ ഇടവരരുതേ, പാതാളത്തിൽ പോയി കിടക്കാൻ ഇടവരരുത്. ഒന്നുകിൽ മരിച്ച് അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ജീവനോടെ ഇരുന്ന് അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് സംവഹിക്കപ്പെടണം. മഹത്വപൂർണമായ ആഗമനം കാക്ഷിച്ചിരിക്കുന്നവരായി മാറാം. അതിന് ഇവിടെ എപ്രകാരം ഒരുങ്ങി കാത്തിരിക്കണം, അതിനുള്ള മാർഗങ്ങളാണ് ഈ 3 പ്രഭാഷണങ്ങളിലായിട്ട് പറഞ്ഞത്. അതുമാത്രമല്ല, അതിനു മുമ്പ് പറഞ്ഞു മാത്യുവിന്റെ സുവിശേഷത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനം ദർശിക്കാൻ ഇടവരും. 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. മാത്യു നൽകിയ വിവരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മർക്കോസിന്റെ വിവരണത്തിൽ കാണുന്ന ഒരു പ്രധാന വ്യത്യാസം 10-11 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഇത് മാത്യുവിൽ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്ത് അവിടുന്ന് കടന്നു വന്നപ്പോൾ വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു പച്ചില കൊമ്പുകൾ മുറിച്ച് നിരത്തി അവന്റെ മുമ്പിലും പിമ്പിലും നിന്ന് വിളിച്ചു പറഞ്ഞു, ഓശാന. ഇങ്ങനെ കർത്താവിനെ ഓശാന പാടി സ്വീകരിച്ചുകൊണ്ട് മാർക്കിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം എന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. കർത്താവ് കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ ആത്മാവിനാൽ പ്രേരിതരായി ജനങ്ങൾ ഒരുമിച്ച് കൂടുകയായിരുന്നു. യേശുവിൽ പൂർത്തിയാക്കപ്പെടുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയതിനാൽ 12 പേരോടുകൂടെ ബെഥാനിയായിലേക്ക് പോയി. ബെഥാനിയായിൽ നിന്നാണ് ഇനി പീഡാനുഭവത്തിന്റെ ദിനങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുന്നതെന്ന് ഓർത്തോളുക. യേശുവിന്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ച് മാത്യുവിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. അതിൻ്റെ വ്യത്യാസം മാത്രം ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു. തുടർന്ന് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതാണ്. ഇത് മാത്യുവില് പറഞ്ഞതാണ് 21:18 മുതൽ 19 വരെ. ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാചകം കൂടെ കാണുന്നു. അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു, എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തളിരിട്ട് നിൽക്കുന്ന ഇല തഴച്ചു വളർന്ന് തളിരിട്ട് നിൽക്കുകയാണ്, പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് യേശു അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു? അപ്പോൾ അത്തിവൃക്ഷത്തിന്റെ പഴങ്ങൾ കായ്ക്കുന്ന സമയമല്ലായിരുന്നെങ്കിലും യേശു ഫലം അന്വേഷിച്ചു. യേശുവിന് വിശന്നു. അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു ശിഷ്യർ, ദൈവജനം ഏത് സമയത്തും ഫലം പുറപ്പെടുവിക്കുന്നവരായി കാണപ്പെടണം. എന്താണ് ഫലം പുറപ്പെടുവിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശിഷ്യത്വത്തിന്റെ ഫലം, ദൈവരാജ്യ ശുശ്രൂഷയിലൂടെ ഫലം പുറപ്പെടുവിക്കുക, ദൈവത്തിന്റെ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളായി തീരുക, അനേകരെ ആത്മീയ കുടുംബത്തോട് ചേർത്ത് നിർത്തുക. രാജാവ് എപ്പോൾ വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരായി കാത്തിരിക്കണം. സമയത്തോ അസമയത്തോ വന്നാലും ഫലം പുറപ്പെടുവിക്കുന്നവരായി കാണപ്പെടണം. അത് വിസ്മരിച്ചു പോകരുത്. അതാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം വഴി നമുക്ക് തരുന്ന സന്ദേശം. 11-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നു.
ഇത് മാത്യുവിന്റെ സുവിശേഷത്തിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഇനി ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സംഭവം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടർന്ന് 11:20 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ഈ സംഭവം ഇവിടെ വ്യക്തമാക്കുന്നത്. വിശ്വാസത്തിന്റെ ശക്തിയെ എടുത്തു കാട്ടാനാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. ഈ മല ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലിറ്ററലായിട്ട് എടുക്കരുത്, മറിച്ച് വിശ്വാസത്തിന്റെ ശക്തി ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വാസപൂർവം അപേക്ഷിക്കുന്നവ നിറവേറും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നവയെല്ലാം നിറവേറുമെന്നുള്ള അർത്ഥമല്ല, മറിച്ച് ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റാൻ വേണ്ട ആത്മീയ ശക്തി നമുക്ക് നൽകുമെന്നാണ്. അല്ലേ? തന്നോട് അപേക്ഷിക്കുന്നവർക്ക് എത്ര അധികമായി നന്മകൾ നൽകുകയില്ല, എത്ര അധികമായി ആത്മാവിനെ നൽകുകയില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വേണം ഇവിടെയും വിശ്വാസത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കാനാണ്. അല്ലാതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഈ മലയോട് ഇവിടെ നിന്ന് മാറി ആ കടലിൽ പോയി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അത് നിറവേറുമെന്നല്ല അർത്ഥം. ഒരമ്മാമ്മയുടെ കഥ അറിയാമല്ലോ നിങ്ങൾക്ക്. അമ്മാമ്മയുടെ വീട്ടിന് മുന്നിൽ നിന്ന വൃക്ഷം കാറ്റടിച്ചാൽ തൻ്റെ കുടിലിലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന് അമ്മാമ്മയ്ക്ക് പേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മാമ്മ ഇത് കേട്ടത്. വിശ്വസിച്ചാൽ ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. ഇത് കർത്താവിന്റെ വാക്കല്ലേ. അപ്പോൾ അമ്മാമ്മ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, കർത്താവേ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മരം ഇവിടെ നിന്ന് മാറി അക്കരെ മലയിൽ പോയി നിൽക്കട്ടെ. രാവിലെ അമ്മാമ്മ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ മരം അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ അമ്മാമ്മ പറഞ്ഞു, ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഇത് നിറവേറത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞത് എന്താ? ഹൃദയത്തിൽ ശങ്കിക്കാതെ പറയണമെന്നാണ്, വിശ്വാസത്തിന്റെ ബലം. അപ്പൊ അമ്മാമ്മ വിചാരിച്ചതുപോലെ ഇതിന്റെ അർത്ഥത്തെ ധരിക്കരുത്. എന്ത് ചോദിച്ചാലും തരുമെന്ന്. നമ്മുടെ ജീവിതം ക്രിസ്തു ശിഷ്യത്വം നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ളതല്ല, ദൈവ തിരുമനസാരാഞ്ഞറിഞ്ഞ് നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും നമുക്കുണ്ടാകണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, നല്ല ഒരുക്കത്തോടെ തമ്പുരാന്റെ മഹത്വപൂർണമായ പുനരാഗമനവും അവിടുത്തെ രാജ്യം ശക്തിയോടെ വരുന്നതുമൊക്കെ കാണാൻ തക്കവിധം ഇപ്പോൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറന്ന് ആ സൗഭാഗ്യം അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ കർത്താവിനാൽ രൂപാന്തരീകരിക്കപ്പെടണം. നമ്മിലൂടെ അനേകരെ രൂപാന്തരീകരിച്ച് കർത്താവുമായി ഐക്യപ്പെടുത്തുവാൻ ഇടവരട്ടെ. അവിടുന്ന് തൻ്റെ ചൈതന്യത്താൽ നമ്മെ നിറയ്ക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.